ഇതാണ് എന്റെ മരുമോൻ ജയപ്രകാശ്. എന്റെ വീട് മുതലാക്കാട്ടാണ്, ഭരണിക്കാവ് മുതലാക്കാട്. ഇതാണ് എന്റെ മരുമോള്, എന്റെ ഇളയ മോള. എനിക്ക് 2 പെൺപിള്ളേരായാലും ഏറ്റവും ഇളയ മോള. ഞാൻ 25 പവനും കൊടുത്ത് കഷ്ടപ്പെട്ട് കടകളിൽ നിന്ന് ജോലി ചെയ്താൽ ഈ മോളെ ഡിഗ്രി വരെ പഠിപ്പിച്ച് അവരുടെ കെട്ടിച്ചയച്ച് 10 വർഷമായി. ഞങ്ങൾ കൊടുത്തതും അവന്റെ പൈസയും കൂടെ കൊടുത്ത് 8 സെന്റ് ഒരു വീടും അവിടെ മേടിച്ചൊരു പ്രത്യേകം താമസിച്ചോണ്ടിരുന്നു. അന്നേരം ഇവൻ മദ്യവെച്ചിട്ട് കുഞ്ഞിനെ വണ്ടി ഇവര് യാത്ര ചെയ്ത വഴിക്ക് അവന്റെ വണ്ടി തെറിച്ചു പോയി. എന്റെ കുഞ്ഞിന്റെ തലയിലെ ഞരമ്പ് ചതഞ്ഞ് ഇവര് പത്മാവതി അഡ്മിറ്റ് ആക്കി. അവര് MRI കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷം. MRI എടുത്തില്ല, CT മാത്രമേ ഇട്ടുള്ളൂ. അത് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് പിറ്റേന്ന് എന്റെ മോൾ അബോധാവസ്ഥയാവും. വീണ്ടും ഇവര് പത്മാവതി ഇടം കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. അങ്ങനെ വെന്റിലേറ്ററിൽ അവിടെ ഇട്ടിരുന്ന എന്റെ മൂത്ത മോള് വന്ന് അമ്മ അനിമോളെ ജീവൻ അപകടത്തില, നമുക്ക് വേറെ എവിടെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മൂത്ത മോള് ഞാനും കൂടെ മെഡിസിറ്റി കൊല്ലം മെഡിസിറ്റി കൊണ്ടുചെന്ന് അവിടെ 1.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. അന്നേരം ഒന്നും ഇവ ആ പത്മാവതി അവരുടെ വീട്ടിന്റെ അടുത്ത് ഇവ ഹോസ്പിറ്റലിൽ വന്നിട്ടേ ഇല്ല. ഇവര് ഒരു കൈക്ക് മാത്രമേ ഉള്ളായിരുന്നു കുഴപ്പം, കാലിനോ അല്ലാതെ അബോധാവസ്ഥയൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ബോഡി കൂടെ മാത്രം ഞങ്ങൾ കൊണ്ടുപോകുന്നത് പറഞ്ഞ് കൊണ്ടുപോകരുത്, പത്മാവതി ഇട്ടേരം സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞെങ്കിൽ പിറ്റേന്ന് ഞങ്ങളിൽ നിന്ന് അകന്ന് പോയത്. അങ്ങനെ ഈ ആക്സിഡന്റ് എന്നാ ഉണ്ടാവുന്നത്? സെപ്റ്റംബർ 7 കഴിഞ്ഞ വർഷം. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് മെഡിസിറ്റിന്ന് ഞങ്ങൾ 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന് ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് അനിമോളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോവിടെ നിൽക്കണ്ടെന്ന്. അന്ന് ഈ 2 മാസം മെഡിസിറ്റി കിടന്നിട്ട് ഈ കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുവന്നേണ്ട അന്ന് എന്റെ വീട്ടിൽ പ്രശ്നമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിരന്തരം പ്രശ്നങ്ങളാണ്. ഞങ്ങളെ ഉപദ്രവിക്കുക, ഈ കുഞ്ഞിനെ അവനെ നോക്കാൻ വയ്യ, ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ ഈ പൈസ എങ്ങനെ വരുന്നേ? ഇതെല്ലാം വീഡിയോ ചെയ്യും. രാവിലെ ഒരു 8-9 മണിയപ്പോ അനിമോളെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നിടം വരെ അവന് അനിമോള. അത് കഴിഞ്ഞ് അവൻ പോയ പോക്ക് വന്ന വഴി പിന്നെ അനിമോൾ എന്ത് ചെയ്യുന്ന പോലും ചോദിക്കത്തില്ല. പിന്നെ അവൻ കാറ് വിളിച്ചു 10 വട്ടം ഇവിടുന്ന് കോയമ്പത്തൂർ പോകും. പോയിട്ട് 3, 4, 5 ദിവസം കഴിയുമ്പോഴേ അവൻ തിരിച്ചു വരുന്നത്. ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം ഈ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും. പക്ഷെ പൈസ കൊടുക്കാറില്ല, പൈസ തരാറില്ല നിങ്ങൾക്ക്? എനിക്ക് 1 രൂപ പോലും. ഒരു പനി വന്നാൽ എനിക്ക് കൊട്ടാരക്കരയിൽ ആള് വരുന്ന എന്റെ ബന്ധുക്കളും എന്റെ സഹോദരങ്ങളും വരുമ്പോൾ അവര് വേണം ഞങ്ങൾക്ക് ഒരു 5 രൂപയെങ്കിലും പാരസിറ്റമോൾ ഗുളിക മേടിക്കാൻ തരാൻ. ഇവൻ മെഡിസിറ്റി ഞങ്ങൾ ഈ കുഞ്ഞിനെ കൂടെ നേരം എടുത്ത് വൈകുന്നേരം വരെ ഒരു ചായ ആ പൈസ ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടില്ല. 5 രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട, എല്ലാം അവ എടുത്തോട്ട്. പക്ഷെ ഞങ്ങൾ സമാനമായിട്ട് ആ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവസാനമായി അവൻ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വില്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിപ്പോ സാറ്. അന്നേരം അവൻ പറഞ്ഞ എന്റെ ഒരു പൈസയില്ല, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി മറ്റേ മോളെ, എനിക്കിനി അവളെ വേണ്ട, നീ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞാൽ ഈ കുഞ്ഞിനെ കഴുത്തെ പിടിച്ച് കട്ടിലോട്ട് മറിച്ചങ്ങിട്ട്. അന്നേരം എന്റെ അമ്മ പറഞ്ഞ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ എന്റെ അമ്മ അത് തമാശ കാണിച്ചാന്ന്. ഒരു ദിവസം വെട്ടാൻ വന്ന എന്റെ അച്ഛൻ ഒരു വ്യക്തി വന്നാണ്ടാ ഞാൻ രക്ഷപ്പെട്ട. ഇയാള് കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഇവൻ അനിമോളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. അനിമോളെ എന്റെ വീട്ടിൽ വെച്ച് ഒരു ദിവസം തിരുവോണത്തിനന്ന് പിന്നെ കഴുത്തറക്കാൻ ചെന്ന വഴിക്കാണ്ട് ഇങ്ങനെ കയ്യെ കയറി പിടിച്ചൊഴിക്കാൻ എന്റെ കുഞ്ഞിന്റെ 5 വിരലും വരഞ്ഞ്. അങ്ങനെ അത് പ്രശ്നങ്ങളാ. പക്ഷെ ഇപ്പോഴും അവന്റെ സ്വഭാവം ആളുകൾ പറയുന്നത് ഞങ്ങൾ നല്ലൊരു മരുമോനാക്കി ഞാൻ എന്റെ ഒരു മോനെ പോലെ എന്നെ കരുതിയിരുന്നേ. ഈ വരുന്നതിന് 3 ദിവസത്തിന് മുമ്പ് പ്രശ്നം നടന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാൽ മോന്റെ അടുത്ത് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് കയറി വാടി മറ്റേ മോളെ ഈ റൂമിലോട്ട്, എനിക്ക് പിന്നെ ഈ വീഡിയോയുടെ മുമ്പിൽ ബാക്കി പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉപദ്രവിച്ച് ഞങ്ങളെ കുപ്പിച്ചിട്ടും കൊണ്ട് കുത്താൻ വന്ന് ഈ കുഞ്ഞിനെ കുത്താൻ വന്ന് ഊണുമേശ് ഞങ്ങൾ കൊണ്ട് കൊടുത്ത് അടിച്ചു പൊട്ടിച്ച്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ എന്റെ ഭർത്താവെന്ന് പറഞ്ഞു. എനിക്ക് അതും കൂടെ നിങ്ങൾ അറിയണം, ഞാൻ 30 കൊല്ലം ജീവിച്ച ആ വ്യക്തി എന്ന് പറയുന്ന ആള് ഞങ്ങളെ ദ്രോഹിക്കുക ഇവന്റെ കൂടെ നിന്നുകൊണ്ട്. ഞങ്ങളെ 7 വർഷം കൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോ ഇവന്റെ കൂടെ നിന്നു. ഇയാളുടെ വീട് എവിടെയാണ്? ഇവന്റെ വീട് എവിടെ? ഇയാളുടെ വീട്, ഇദ്ദേഹത്തിന്റെ വീട് എവിടെ? ഇവന്റെ മരുമോനോട് ഭരണിക്കാടെന്ന് പറയും. ഇപ്പൊ മോളുടെ അവസ്ഥ എന്താണ്? മോളുടെ അവസ്ഥ സംസാരമില്ല, ഓർമ്മയില്ല. മോള് വെച്ച വീട് അവകളുടെ പേരിലുള്ള വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും 2 വീടുണ്ട്. അവർക്ക് 14 സെന്റ് സ്വന്തമായിട്ടുണ്ട് അമ്മയുടെ പേർക്ക്. അവരെ വിളിച്ച് അവിടെ താമസിപ്പിച്ചിട്ട് അന്ന് മുതൽ ഞങ്ങൾ ഇറങ്ങണമെന്നാ പറയുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട്, ഈ അമ്മ ഉൾപ്പെടെ. പക്ഷെ അച്ഛൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷമാണോ ഇങ്ങനത്തെ സ്വഭാവ മാറ്റം വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയത്? ആദ്യമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവൻ അങ്ങനെ നാട്ടിൽ നിൽക്കുന്നില്ല. 2 വർഷം നാട്ടിൽ നിന്ന് വർക്ക്ഷോപ്പ് ഇട്ട് അന്നേരമൊന്നും അനിമോള് ഇവനെ പറ്റി ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അവനെ മനസ്സിലാക്കാൻ നല്ലൊരു മരുമോനാണെന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ദുരന്തങ്ങളാ മൊത്തം വന്ന് സംഭവിച്ചേക്കുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം പിന്നെ പൈസ കിട്ടും, പക്ഷെ വീട്ടിലൊന്നും ഇല്ല. നമ്മുടെ 1 രൂപ പോലും ഈ അനിമോള് വന്നതിന് ശേഷം 1 രൂപ ഇവൻ മെഡിസിറ്റി ഞങ്ങൾ 2 മാസം കണ്ടത് ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്ത് ആർക്ക് വേണമെങ്കിലും തിരക്കാം. ഞങ്ങള് കള്ളവോ ഒന്നും അല്ല പറയുന്നത്.
ഇവനെ എവിടെയാ ചികിത്സിച്ചേ? മെഡിസിറ്റി കൊല്ലം. ഒരു ചായയുടെ പൈസ എവനോ എവന്റെ ആളുകളെ ഞങ്ങൾ ചായ കുടിച്ചോ ആഹാരം കഴിച്ചോ എന്നൊന്ന് വിളിച്ചു ചോദിക്കത്തില്ലേ. ഈ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ വിളിക്കുമ്പോഴാണ് വരുന്നത്. ബില്ല് അടയ്ക്കാൻ നേരം ATM കാർഡ് മേടിച്ച് ബില്ല് അടയ്ക്കും. അന്നേരാ വരുന്നത്. ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് വസ്തു വീടും മേടിച്ചത് അവിടെ വെച്ചത് അങ്ങനെ. അതെവിടെയാ? അത് ഈ ഭരണിക്കാട് തന്നെ. ആ വീട്ടിലാ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. എന്റെ മോടെ വീട്ടിലാ താമസിച്ചോണ്ടിരുന്നേ. കഴിഞ്ഞ ദിവസം അമ്മേനെ എന്തോ കയറി പിടിച്ചു. അതെന്താ കാരണം? ഞാൻ ഈ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ എന്റെ മോളെ നിനക്ക് വലിയൊരു കൊണ്ടുവന്ന ഞാൻ ചോദിച്ചത്. ഞാൻ ചേട്ടാ നിനക്ക് ഇങ്ങനെ ഈ അവസ്ഥ വന്നെങ്കിൽ നിന്റെ അച്ഛനും അമ്മ ഇത് കണ്ടോട്ടിട്ട് ഞാൻ 20 വയസ്സ് വരെ വളർത്തിട്ട് എന്റെ ഭാര്യ എന്റെ മോളെ ഞാൻ പറഞ്ഞു നിന്റെ മോളാണ് നീ കൊണ്ടുപോയി പൈസ കിട്ടാൻ വേണ്ടി മോള് വീഡിയോ ചെയ്ത്. പുള്ളിക്ക് വീഡിയോ ചെയ്ത് എത്ര ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നെന്നാണ് പറഞ്ഞത്? വീട് വെച്ചേനോ? അല്ല, വീഡിയോ ചെയ്തിട്ട് എത്ര രൂപ അറിയില്ല. കയ്യിലായിരുന്നു മോനെ ATM കാർഡ്. ഞങ്ങളൊക്കെ പിന്നെ അവസാനം ഇവിടെ ശാസ്താംകോട്ടെ സാനവാസ് സാർ SI സാറിന്റെ കരുണോണ്ട് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. ഞങ്ങള് സാറ് പറഞ്ഞു അവർക്ക് ATM കാർഡ് കൊടുക്കണം. അങ്ങനെ ഇവ എന്റെ തന്നെ ATM കാർഡ് ഇട്ട് കൊടുത്തപ്പോ 1021 രൂപയുള്ളൂ എന്റെ കുഞ്ഞിന്റെ. നല്ല പൈസ കിട്ടിയില്ല വീഡിയോ ചെയ്തിട്ട്? അത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അനുമോളെ എന്നല്ലേ വിളിക്കുന്നേ? അത് ഈ മോളെന്ന് വിളിക്കുന്നത് പൈസ കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ കോയമ്പത്തൂരൊക്കെ AC റൂം എടുത്ത് താമസിക്ക് പോയി. ഈ കാറിനകത്ത് പോയിട്ട് 6-7 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നവർ അനുമോളുണ്ടോന്ന് ഫോണിൽ കൂടെ വിളിച്ചു ചോദിക്കത്തില്ല. അവര് പൈസക്ക് മാത്രം മതി അനുമോള്. ഇനി എന്റെ കുഞ്ഞിനെ അവര് വേണ്ടെന്നാ പറയുന്നത്. സാറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ അവൻ ബന്ധം ഉപേക്ഷിക്കും. സാറ് ഞാൻ ഇവിടെ അല്ല നീ കോടതി പോണോന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഈ ശാസ്താംകോട്ടെ SI സാറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. സാറിന് അത് ഇവിടെ അല്ലടാ, നീ ഉണ്ണീരടാ, അത് ഇവിടെ അല്ല, നീ കോടതി മുഖാന്തരം പറഞ്ഞു. ഇത് എവിടെയാ സ്ഥലം? ഇപ്പോഴത്തെ വീട് ചേക്കോട്ടോണെന്ന് പറയും സ്ഥലം. കൊട്ടാരക്കര. മോളെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാം. മോളിറങ്ങി ഓടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യമായിട്ടാ ഞങ്ങൾ ഈ പീഡനങ്ങളെല്ലാം കഴിച്ച് അവിടെ നിന്ന് സംസാരിക്കാമോ? അനുമോളെ ആരാ നോക്ക്? അനുമോള് നോക്കി ആരാണ് ഇങ്ങോട്ട് നോക്കി. അപ്പൊ അണ്ണൻ വിളിക്കുന്ന അല്ലെങ്കിൽ അണ്ണ ചേട്ടൻ വിളിക്കുന്ന മോളെ ചോറെ വിളിക്കുന്ന ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലാ മോളിപ്പോ അല്ലേ? മക്കളെ വിളിക്കുന്നതാണ് അനുമോളെ. ഈ കുഞ്ഞിനെ കാണിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അല്ലേ? മോള് സംസാരിക്കുമോ ഇപ്പൊ? സംസാരമില്ല, ഓർമ്മയില്ല, സംസാരമില്ല. എവിടെയാന്ന് അറിയത്തുമില്ല. ഇല്ല, ഒന്നും അറിയത്തില്ല. നമ്മൾ വിറ്റത്തൊക്കെ ഇറങ്ങും, നമ്മളെ പിടിച്ചോണ്ട് ഓടും. ഈ മോളെയാണ് ഇനി അവർക്ക് വേണ്ട. അവിടുന്ന് ഇറക്കി വിട്ട് ഞങ്ങളെ ഉപദ്രവിച്ച് എന്തേ പറയുന്നത്. ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തത് ഞങ്ങൾ ഈ പീഡനം മൊത്തം സഹിച്ച് അവിടെ നിന്ന് ഇത്രയും നാള്. പിന്നെ അവിടുത്തെ കരയോക്കാരും നല്ലവരായ നാട്ടുകാരും കരയോക്കാരും അവൻ ചേച്ചി കുഞ്ഞിനെ കൊണ്ടുപോ, അല്ലെങ്കിൽ അവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനെ അവൻ ചേച്ചിയെ കൊല്ലും, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലും. നിങ്ങൾ മോളുടെ പേരെന്താ? അനു. ഇപ്പൊ പുള്ളിക്ക് ഡിവോഴ്സ് വേണമെന്നാ പറയണ ഈ ഒരു അവസ്ഥയില്. പറയുന്നേ അവന് അമ്മേനെ എന്തോ ഉപദ്രവിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു? എന്റെ കൊങ്ങാക്കി പിടിച്ച് ഒരു ദിവസം കൂടുവളം കൊണ്ട് വെട്ടം നന്നായിട്ട് അവന്റെ അച്ഛൻ കയറി പിടിച്ച്. ആ അച്ഛൻ കയറി പിടിച്ചില്ലെങ്കിൽ അന്ന് ഞാൻ മരിച്ചേനെ. മോളെ ഉപദ്രവിച്ചെന്ന് പറയുന്നത് ഇങ്ങനെ കൊങ്ങാക്കി പിടിച്ച് കട്ടിലോട്ട് തെള്ളിയിടുമായിരുന്നു ചെയ്ത്. നിന്നെ കൊല്ലൂടിയെന്നും പറഞ്ഞ് നാക്കം കടിച്ചു പിടിച്ചോണ്ട് ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഥ പറഞ്ഞു. ഞങ്ങൾ അവിടെ കിടന്ന് വിളിച്ചു പോകാനേ പറ്റും. അവന്റെ സ്ഥലം അവന്റെ ആ നാട്ടുകാര് നല്ലവരാ, അവിടെ ഉള്ള നാട്ടുകാർ. പക്ഷെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്ക് ഒരുപാട് ദ്രോഹം ചെയ്ത് ഞങ്ങളെ അവന്റെ കുഞ്ഞമ്മയും മോളും കൂടെ ഒന്ന് ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് കസേര ഇരുന്നത് അവന്റെ ബന്ധുവാന്നും പറഞ്ഞു. പക്ഷെ പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ ശ്രീനാഥ് എന്ന് പറയും. ശ്രീനാഥ്. എന്നിട്ട് ആ നാട്ടുകാർ സ്ഥലം മുതലാക്കാട് പഞ്ചായത്ത് മെമ്പർ. പക്ഷെ ആ നാട്ടുകാരെല്ലാം നല്ലവരാ. അവര് ഞങ്ങളുടെ അടുത്ത് പറയും ചേച്ചി കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോ, അവൻ ക്രിമിനൽ സ്വഭാവം ഉള്ളവനാ, നിങ്ങളെ കൊല്ലും, അവര് പണം കണക്കല്ലാതെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ട് പൊക്കുക. നാട്ടുകാരെല്ലാം നല്ലവരാ. പക്ഷെ ഈ മെമ്പർ ഞങ്ങളുടെ അടുത്ത് ദ്രോഹ ചെയ്ത്. ഞങ്ങളൊരു ബംഗാളികളായ പോലും നമ്മുടെ നാട്ടിൽ ഒരു പരിഗണന ഉണ്ടല്ലോ, ഞങ്ങളെ എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നതിന് പോലും അധികം ചോദിച്ചില്ല. അമ്മ ഇനി എന്താ എങ്ങനെയാ മുന്നോട്ട് കാര്യങ്ങള്? ATM കാർഡ് തന്നപ്പോ അതിനകത്ത് 1026 രൂപയുള്ളൂ. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്റെ കഴുത്തേലും കാതിലും എല്ലാം കിടന്നതും ഞാൻ വീട്ടുജോലി ചെയ്ത് വരെ ഈ കുഞ്ഞിനെ വളർത്തി. അവിടുന്ന് വരെ എനിക്ക് ആളുകൾ പൈസ തന്നതെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി. പത്മാവതി കണ്ടപ്പോ ഞങ്ങളെ 2 ലക്ഷം രൂപ ബില്ല് അടച്ച്. ഇവന്റെ ആളുകളോ ഇവന്റെ ആരും ആ പൈസ എവിടെ നിന്ന് കിട്ടി? ആ പൈസ എന്റെ മൂത്ത മോടെ സ്വർണം പണയം വെച്ച് ഞാൻ നിന്ന വീട്ടിൽ നിന്ന് 50,000 രൂപ തന്ന്
പിന്നെ ഞാൻ ജോലി ചെയ്ത് കടകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആദ്യം എനിക്ക് 10-40,000 രൂപ എന്റെ ATM കാർഡിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ബില്ല് അടച്ച. അന്നേരം ഒന്നും അവന്റെ ഒരു ഈ വീഡിയോ ചെയ്തുള്ള പൈസ ഒന്നും തന്നിട്ടില്ല. വീഡിയോ ചെയ്ത് ഒരു 5 രൂപ പോലും ഒരു പാരസെറ്റമോൾ ഗുളിക പനി വന്നത് ഞാൻ അവിടെ പനി വന്ന് തന്നിട്ടില്ല. ഇവ എന്തുവൊന്നും ചോദിച്ചിട്ടില്ല. മെഡിസിറ്റി വരുമ്പോഴല്ല അവന്റെ അമ്മയുടെ ഇവ 60,000-70,000 എടുത്തു കൊടുത്തിട്ട് അവ കോയമ്പത്തൂര് പോകുന്നത്. ഞങ്ങൾക്കൊരു 5 രൂപ അമ്മ ഇന്ന ഒരു പനി വന്നില്ല ഒരു മരുന്ന് മേടിയെന്നും പറഞ്ഞ് അവൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടും ഇല്ല അസുഖം ഉണ്ടോന്നും ചോദിക്കും. ഞങ്ങൾ 10 മാസം കൊണ്ട് എന്റെ കൈ കൊണ്ട് എത്തിയിട്ടും മൂത്രം എടുത്ത് തന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടറിനെ വില്ലൂര് മെഡിക്കൽ കോളേജിൽ നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. വില്ലൂര് അവളെ രക്ഷിച്ചാൽ മാത്രം മതി. എന്റെ മുമ്പിൽ അതിന് സാമ്പത്തികമായിട്ട് എന്റെ ഇതിന് ഒന്നുമില്ല. ഒരു ഗുളിക പോലും മേടിച്ചെടുക്കാൻ ഈ കാർഡിൽ പൈസ ഇല്ലാതെ 1026. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ കാർഡ് ചെക്ക് ചെയ്യാം. ഇത്രയും നാൾ ട്രീറ്റ്മെന്റ് അടുത്ത് ഈ പൈസ നാട്ടുകാരും എല്ലാരും കൊടുക്കുന്നത്. അവര് 25,000 കൊടുക്കും. ഈ ഹനിമോക്ക് അതിൽ നിന്ന് അവൻ 1000 രൂപ ചെലവാക്കും. ഇനി അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത്. ആരും അവന്റെ അക്കൗണ്ട് ഇവരെ പോലുള്ളവര് ഒരു ദ്രോഹം ചെയ്ത ഒരു ഭർത്താവിലേക്ക് ഒരു പെൺപിള്ളാർക്ക് ഇതിനെ കിട്ടാൻ ഞാൻ അതേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അമ്മയുടെ ആവശ്യം എന്താ? എന്റെ ആവശ്യം എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള എനിക്ക് നിവൃത്തിയില്ല. അതിന് എനിക്ക് സഹായം കിട്ടിയതല്ലാതെ എനിക്കൊരു ആവശ്യമില്ല. പിന്നെ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എനിക്ക് അതേ ഉള്ളൂ. നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരണം. അവരുടെ ഈ കള്ള വർത്താനങ്ങളും ഈ കള്ള ചതുവ് ചെയ്യുന്നതും ജനങ്ങൾ അറിയണം. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്ന വേറൊരു രീതിയിൽ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിക്കും പറയാനുള്ള ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് ദുരിതം ഞങ്ങൾക്ക് ആഹാരമില്ല. ഇതാരാ? ചേട്ടത്തി. 10 മാസം കൊണ്ട് ആഹാരം അവന്റെ ഗ്യാസിൽ തൊട്ടുകൂടാ. അവന്റെ AC കുഞ്ഞിന് ഇട്ട് കൊടുക്കത്തില്ല. അത് റിമോട്ട് പൂട്ടി അവൻ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞ മോക്ക് AC വെക്കണം. അവള് നല്ല കൂളിംഗ് ആയിട്ട് അവള് ഉറങ്ങിയെങ്കിലും അവളെ തലച്ചോറിന്റെ പ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് AC വെക്കണമെന്ന് പറയാം. അവൻ കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് AC വെച്ച് അവർ 1 മാസം AC ഇട്ടാൻ പറയാം. അത് കറണ്ട് ബില്ല് കൂടുതലാവുമെന്ന് പറഞ്ഞ അവർ റിമോട്ട് പൂട്ടി വെച്ചിട്ട് ആ ടൂറ് പോകുന്നത്. അവന്റെ മുറി മേശയ്ക്കകത്ത് പൂട്ടി വെച്ച ആ മേശയുടെ താക്കോലും കൊണ്ടാ പോകുന്നത്. അവൻ പിന്നെ AC ഇടത്തില്ല കുഞ്ഞ് ഞങ്ങൾ എത്രയോ ദിവസം ആ അയൽവാസികളുണ്ട് ജനലിൽ തുറന്നിട്ട ഈ ഗുളികയുടെ ചൂടും 10-15 ഗുളികയുണ്ട് ഒരു ദിവസം രാവിലെയും വൈകിട്ടും കൂടെ. അന്നേരം ആ ചൂടും കുഞ്ഞിന്റെ തലയുടെ ഈ ബുദ്ധിമുട്ടിന്റെ ചൂടും എല്ലാം കൂടെ നമുക്ക് ഉറക്കമില്ല. അങ്ങനെ ഞങ്ങൾ ജനലിൽ തുറന്നിടും. എന്നിട്ട് പുറമെല്ലാം കൊതുക് അടിച്ച് പറിച്ചു വെക്കും. AC ഓണാക്കത്തില്ല. അന്നേരം പറഞ്ഞ് ഞങ്ങൾക്ക് തണുപ്പിൽ കിടക്കാനാ പറയുന്നതെന്നാ. ഈ കുഞ്ഞിന്റെ കാശ് കൊടുത്തവൻ 6 ക്യാമറ 4 വർഷം പട്ടിക്കൂട് ഓൺലൈൻ വഴി ഇഷ്ടം പോലെ ഡ്രസ്സ് ഹോം നേഴ്സിന് ഡ്രസ്സ് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഓൺലൈൻ വഴി മേടിക്കുന്നേ അവിടെ. ഞങ്ങൾക്ക് അവന്റെ പൈസ രക്ഷിച്ചാ മതിയായിരുന്നു. ഞങ്ങൾ അതേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. ഈ കുഞ്ഞിന്റെ പേരിലാണ് ഇത്രയും പൈസ വരുന്നത്. അനിമോളെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്ന ആ വീഡിയോ ഇടുമ്പോ മാത്രം അവന് അനിമോൾ. അത് കഴിഞ്ഞാൽ പിന്നെ അനിമോൾ എന്ത് ചെയ്യുന്നു അവൻ അറിയേണ്ട. രാത്രി 1 മണി 2 മണിക്കൊക്കെ വീട്ടിൽ കയറി ടൂറൊക്കെ 4-5 ദിവസം പോകുമ്പോൾ തന്നെ ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്ന പോലും അവൻ ചോദിക്കത്തില്ല. അല്ലെങ്കിൽ കുഞ്ഞിന് എങ്ങനെ ഉണ്ട് ഒരു ഫോൺ പോലും വിളിച്ചവൻ ചോദിക്കത്തില്ല. ഹലോ